പന്തിരുവരിൽ ഒരുവനായ യൂദ 30 വെള്ളിക്കാശിന് യേശുവെ കാണിച്ചു കൊടുത്തു. മത്തായി 26-ാം അധ്യായം 15-ാം വാക്ക്. അവസാന നിമിഷത്തിൽ, അവസാന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ 12 ശിഷ്യന്മാരാണ്. ഞങ്ങളതിന്റെ ഹവാരികൾ എന്ന് പറയും. ഞങ്ങൾ വളരെ ബഹുമാനത്തിലാണ് ഈശ്വരാവിനോടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടുമെല്ലാം ഞങ്ങൾക്ക് ബഹുമാനമാണ്. ആ ക്രിസ്ത്യൻ സമുദായമായി ഞങ്ങൾക്ക് സൗഹാർദ്ദമാണ്. പക്ഷേ അത് ഈ തൊക്കിലൊരു വടി വെച്ചുകൊണ്ട് നടന്നത് അത് പറ്റില്ല. തൊക്കിലൊരു കത്താരം വെച്ചിട്ട് മുസ്ലിമിനെ നല്ല രോഗ്യം പറഞ്ഞ് നടക്കുക, സന്ദർഭം കിട്ടുമ്പോ പിന്നത് കുത്തുക. അതുകൊണ്ട് അതിന് നല്ല സൂക്ഷിച്ചു കൊള്ളണം. 12 വരിൽ ഒരുവനായ യൂദ 30 വെള്ളിക്കാശിന് യേശുവയെ കാണിച്ചു കൊടുത്തു. മത്തായി 26-ാം അധ്യായം 15-ാം വാക്ക്. അവസാനത്തെ സന്ദർഭത്തിൽ വളരെ ഗൗരവമേറിയ സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈശ്വരാമനെ എന്ത് ചെയ്തു? ഒരു ശിഷ്യൻ 30 വെള്ളിക്കാശ് വാങ്ങിയിട്ട് ഒറ്റിക്കൊടുത്തു. ബഹുമാനപ്പെട്ട വ്യത്യാസം വന്നോ? അതേപോലെയുള്ള സന്ദർഭം ബഹുമാനപ്പെട്ട നബിസല്ലല്ലാഹു തങ്ങൾക്ക് ഊർജികൾ വീട് പറഞ്ഞു. നബിസല്ലല്ലാഹു കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭാവിക്കുന്നു പരിശുദ്ധമക്കായിൽ നിന്ന്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തങ്ങൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിരുപ്പിൽ അവിടെ കടന്നു. മരണപ്പെടുമെങ്കിൽ ഞാൻ മരണപ്പെടട്ടെ എന്ന്. മുപ്പത് വെള്ളിക്കാശ് വാങ്ങി ഒറ്റിക്കൊടുത്തു മറ്റേ മനുഷ്യൻ. എന്താണ് ഇതിന്റെ വ്യത്യാസം? അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. സംഗീതമാണ് നീക്കുന്നത്. അത് പഴയ ഗ്രന്ഥങ്ങളിൽ തന്നെ അവരുടെ സ്വന്തം പഴയ ഗ്രന്ഥങ്ങൾ സമാജത്തിൽ തന്നെ മുസ്ലിം അലൈഹിസ്സലാം പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബിമാർ ശിഷ്യന്മാർ വളരെ പരിശുദ്ധന്മാരാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പിന്നീട് വായിച്ചു കൊള്ളാം. ആ ശിഷ്യന്മാർ തന്നെ ആ നിരക്കുള്ളവർ അല്ല. എന്തുകൊണ്ട് എന്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബൈബിളിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസയോഗ്യന്മാരായ ശിഷ്യന്മാർ അല്ലായിരുന്നു അവർ. ഇന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. മത്തായി 17-ാം അധ്യായം 21-ാം വാചകത്തിൽ പറയുന്നു, ഒരാൾ ചന്ദ്രരോഗം പിടിപെട്ടവനെ ശിഷ്യന്മാരുടെ അരികെ കൊണ്ടുവന്നിട്ട് സുഖമായില്ല. അപ്പോൾ ശിഷ്യന്മാരോട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങും എന്ന് ഈശോ പറഞ്ഞു. മത്തായി 17-ാം അധ്യായം 21-ാം വാക്ക്. കടുകുമണിയോളം വിശ്വാസമില്ലാത്ത ശിഷ്യന്മാരാണ്. അത് ഞാൻ പറയുകയല്ല, യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മത്തായി അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ നിലക്ക് അല്ല ബഹുമാനപ്പെട്ടതിന് തങ്ങൾക്ക് ബദർ യുദ്ധം സംഭവിക്കും. ആ യുദ്ധത്തിൽ മുൻകൂട്ടി തന്നെ യുദ്ധം മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടല്ല മദീനയിൽ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. ബദർ എത്തിയപ്പോൾ യുദ്ധം പെട്ടെന്ന് സംഭവിച്ചു. ആ സമയത്ത് മദീനയിലുള്ള അൻസാരിക്കാരോട് അതിനെ സംബന്ധിച്ച് മുഷാവറ ചെയ്തു. ഇങ്ങനെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം എന്ന്. അതായത് അത് ചോദിക്കാൻ കാരണം മദീനയിൽ ശത്രുക്കൾ വന്നാൽ ആ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുമെന്നാണ് കരാർ. മദീന നിവാസികളായ അൻസാരിക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോയിട്ടുള്ള കരാറാണ്. മദീനയിൽ വരുമ്പോൾ ഈ ബദർ എന്ന സ്ഥലം മദീനയുടെ വെളിയിൽ ആണ്. അതുകൊണ്ട് അന്വേഷിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, നബിയെ, ഞങ്ങൾ ബനൂ ഇസ്രായേൽ മൂസ നബിയോട് പറഞ്ഞ ജാതിയിൽ പറയുമെന്ന് തങ്ങൾ ആശിക്കണ്ട. നീയും നിന്റെ ഒപ്പം പോയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ കിട്ടൂല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ജാതിയല്ല ഞങ്ങൾ താങ്കളുടെ വലഭാഗവും ഇടഭാഗവും മുൻഭാഗവും എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉണ്ടായി. വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈസ അലൈഹിസ്സലാം തമ്മിൽ ഉള്ള വ്യത്യാസം ആണ്. അത് വ്യത്യാസം നിങ്ങൾ പറയിച്ചിട്ട് ഞങ്ങൾ പറയുകയും ആണ്. ഞങ്ങളെ കൊണ്ടത് പറയിച്ചിട്ട് കുപ്പ മാറ്റിയാൽ ഓട്ടക്കലം ഒളിച്ചെത്ത് വരും. പക്ഷേ ഇത് ചെറിയ സംഗതിയാണ് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കണം. ആ നിലക്കുള്ള ബഹുമാനപ്പെട്ട സഹാബിയാണ്. എത്ര കണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ കൊണ്ടിട്ടുള്ള ഈമാനും വിശ്വാസവും എത്ര കണ്ടുകൊണ്ട് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ചരിത്രത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ വിവരിക്കുന്നില്ല എന്നേ ഉള്ളൂ. കടുകുമണിയോളം വിശ്വാസമില്ലാത്തവരാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന് മത്തായി തന്നെ പറയുന്നു. ഞാനല്ല പറയുന്നത്. പക്ഷേ അത് ഇന്ന് നമുക്കത് കാണാനും കഴിയും. ഞാൻ ചോദിച്ചു കൊണ്ടിട്ട് ലോകത്തിൽ പലിശ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സമുദായം ഏതാണ്? ഞങ്ങളല്ലാതെ. പലിശ കൊണ്ട് മാത്രം പന്നി നിർത്തുന്നത് ഞങ്ങളല്ല. മുഴുവൻ എന്ത് ഐക്യമാണ്, മുഴുവൻ മതസ്ഥാപനങ്ങളും പോപ്പ് വരെ പാതിരിമാർ വരെ വേണ്ട സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് രക്തം കുടിച്ചുകൊണ്ടിട്ട് അവർ വയറ് കുറിപ്പിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതൊരു റബ്ബാനിയായ ദൈവികമായ മതമാണ് ഇത്. സാധ്യതകളുണ്ടോ ഇതിന്? ഞങ്ങളെ ഒരിക്കലും അത് ഒരു ദിവ്യ മതമാണ് എന്ന് സമ്മതിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല. പക്ഷേ മുഴുവൻ പലിശയും വേഗവും സമ്പ്രദായവും ലോകത്തിലുള്ള മുഴുവൻ ഭക്ഷണം അതിനെ മതമാക്കിയാൽ അത് മതമാകുമോ? വിഗ്രഹാരാധന അത് ഈ നിലക്ക് അനുവദിച്ചതാണ്. വിഗ്രഹാരാധനയും ബിംബാരാധനയും ഈ ലോകത്തിൽ ഉള്ള ജനവിഭാഗങ്ങൾക്കുണ്ട്. ആ ജനവിഭാഗം ഈ ക്രിസ്ത്യൻ സമുദായം തമ്മിൽ വ്യത്യാസം എന്താണ്? വിഗ്രഹങ്ങളുടെ വ്യത്യാസം മാത്രം. അവരുടെ വിഗ്രഹം ബിംബം വേറെയാണ്, ഇവരുടെ ബിംബം വേറെയാണ്. ഇതല്ലാതെ വ്യത്യാസം എന്താണ്? വിഗ്രഹാരാധന നിങ്ങൾക്ക് കേൾക്കണമോ? തൗറാത്തിൽ ആവർത്തന പുസ്തകം 5:7 5-ാം അധ്യായം 7-ാം വാചകത്തിൽ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്. അവരുടെ നിയമപുസ്തകമാണ് വിഗ്രഹം ഉണ്ടാക്കരുത്. നീതിയെ സ്വർഗത്തിലെങ്കിലും
താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്ക്. ഈ പുസ്തകം, ഈ ആവർത്തന പുസ്തകം പഴയ നിയമം ഓൾഡ് ടെസ്റ്റമെന്റ്, അതിന്റെ ഈ വാചകം എവിടെ വെച്ചു നിങ്ങൾ? ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിച്ചതല്ലേ? വിഗ്രഹാരാധനയും ബിംബാരാധനയും അല്ലാതെ ഇന്ന് എന്താണ് നിലവിലുള്ളത്? ഇതൊരു ദിവ്യ സന്ദേശത്തിന്റെ ഭാഗന്മാരായ ഒരു ജനവിഭാഗത്തിന് യോജിച്ചതാണോ ഇത് എന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾക്ക് അതൊരിക്കലും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഈ വിഗ്രഹം ആരുടെ വിഗ്രഹമായിരുന്നത്? അത് ഈസാ ഇസ്ലാമിന്റെ വിഗ്രഹമാവട്ടെ, മറിയമിന്റേതാവട്ടെ, ആരതാകട്ടെ, വിഗ്രഹം ഒരിക്കലും അത് വിഗ്രഹാരാധന പാടില്ല എന്ന് പഴയ നിയമം അതിന്റെ ആവർത്തന പുസ്തകം വളരെ വ്യക്തമായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നു. വിഗ്രഹം ഒഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും ഈ കാണാനില്ല. നിങ്ങൾ അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ കൗശലം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കത് മനസ്സിലാവേണ്ടതും ഇല്ല. കാരണം ഞങ്ങൾ ഒരു നിരക്ക് കണക്കാക്കിയിട്ടുണ്ട്. തനി വിഗ്രഹാരാധനയാണ് ഇത് എന്ന് ഞങ്ങൾ മുമ്പ് തന്നെ ഉറപ്പിച്ചതാണ്. അത് മറിയമിന്റേതാവട്ടെ, മേരിന്റേതാവട്ടെ, മറ്റാരിന്റെ ആവട്ടെ, ഇസ്ലാമിന്റേതാവട്ടെ. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ചുരുക്കത്തിൽ ഉള്ള വിശ്വാസം ചുരുക്കത്തിൽ എന്താണ് നമുക്കൊന്ന് പരിശോധന ചെയ്ത് നോക്കാം. മാന്യ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ അവരും ചിന്തിച്ചു കൊള്ളട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്തുമതത്തിന്റെ തത്വം എന്താണ്? ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥത്തിൽ ഉള്ള തത്വം, നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നിടത്തോളം ഉള്ള തത്വം ഇന്ന് നിലവിലുണ്ട്. ക്രിസ്തുമതത്തിന്റെ തത്വം ഒരു സാധു മനുഷ്യൻ സാധാരണ പോലെ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ 10 മാസം നിന്ന് ഋതുരക്തം കുടിച്ച് വളർന്ന് സാധാരണ മനുഷ്യനങ്ങനെയല്ലേ ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായത്. ആ ഗർഭത്തിൽ ഉള്ള ശിശു വളരുന്നതെങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ട്. സയൻസും ശാസ്ത്രവും എല്ലാം തന്നെ കുറിച്ച് നോക്കാം. വളരുന്നതെങ്ങനെ? വളരുന്നത് ആ ഋതുരക്തം ഭക്ഷണമാണ്. ആ നിരക്ക് ഒരു സാധുവായ ഒരു പിഞ്ചു പൈതൽ, ആ പൈതൽ ആ നിരക്ക് വളർന്നു. ഒരു സ്ത്രീയുടെ, ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ആമാശയത്തിൽ വളർന്നു. അങ്ങനെ വളർന്നു മൂത്രദ്വാരത്തിൽ കൂടി പുറത്തേക്ക് ചാടി. അങ്ങനെയല്ലേ സാധാരണ സ്ത്രീകൾ പ്രസവിക്കൽ? വളരെ സാധു പോയി എന്നത്തെ തുന്നും കുറിച്ചു വളർന്നു. ആ നിരക്കുള്ള ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ചിട്ട് ദൈവനാഥം അതങ്ങനെ ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് സംസാരിച്ചു കൊള്ളാം. ആ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടേതല്ല, അവരുടെ സ്വന്തം ഗ്രന്ഥങ്ങൾ അവർ അർഹമാക്കുന്ന ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ശരിയല്ല എന്ന് നമുക്ക് ശരിക്കും വാദിക്കാൻ കഴിയും. അവര് പറയുന്ന ക്രമത്തിൽ അല്ല. നിലവിലുള്ള ഇഞ്ചിയിലെ തന്നെ സ്വഭാവം അതല്ല. നോ, ഈ ആൾക്ക് വിഗ്രഹാരാധന ഈ കൽപ്പന എന്ത് ചെയ്തു? ജീവകത വിശ്വാസം അപ്പൊ ഒരുവനെ ഉള്ളൂ. ഈ വിശ്വാസം ലോകത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാർ ഈ ലോകത്തിൽ ഉച്ചരിത്തരം പ്രഖ്യാപിച്ചതാണ്.
യാതൊരു സംശയവും ആ സംഗതിക്കില്ല. പക്ഷേ ഈസാ അലൈഹിസ്സലാമത്തെ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ ഒരിക്കലും വേദഗ്രന്ഥങ്ങൾ നശിക്കാൻ വന്നതല്ല. ഇനി ഈശ്വരവിന്റെ വസ്ത്രം കേൾക്കണം. എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മാർക്കോസ് 12-ാം അധ്യായം 30-ാം വാക്ക്. ഇത് ഈസാ അലൈഹിസ്സലാം പറഞ്ഞാണ്. മാർക്കോസ് രേഖപ്പെടുത്തിയാണ്. പിന്നെ എവിടെ ത്രിയേകത്വം വന്നത്? ത്രിയേകത്വത്തിന്റെ നിലപാട് നമുക്ക് പിന്നീട് അതിനെ ചിന്തിക്കാം. എങ്ങനെയാണ് വന്ന വഴി ഏതാണ്? വഴി ശരി തന്നെ വഴിയ സിംഹാരാധകന്മാരുടെ വഴിക്ക് വന്നു. പക്ഷേ ഇലാഹിയായ ദൈവികമായ ദിവ്യ സന്ദേശങ്ങൾ വഴിക്ക് ഒരിക്കലും ഇത്തരം വിശ്വാസങ്ങൾ ഒരു ജനവിഭാഗത്തിൽ കടന്നുകൂടാൻ സാധ്യതയല്ല. യേശുക്രിസ്തു തന്നെയല്ലേ പറയുന്നത്, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മാർക്കോസ് 12-ാം അധ്യായം 30-ാം വാക്ക്. 12. ഇത് എവിടെ പിന്നെ വന്നു? ഈ വിഗ്രഹങ്ങളും അതിന്റെ ആരാധനയും അതിന്റെ കുമ്മലും അതിന്റെ സേവിക്കൽ ഇതെല്ലാം എവിടെ നോക്കൂ? എവിടുന്നോ വന്നുകൊള്ളട്ടെ, നമുക്കത് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളെ നേരെ കളിക്കരുത്. അത് കളിക്കുന്നതിന് നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരാക്കണം. ഞങ്ങളെ കൂടാൻ തുടങ്ങി അത് തൊട്ട് കളിക്കരുത്. അതേ ഞങ്ങൾക്ക് വയ്യാനുള്ളൂ. അപ്പോൾ ഇത് ഈസാ അലൈഹിസ്സലാം തന്നെ സ്വന്തം പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. മത്തായി 5-ാം അധ്യായം 17-ാം വാക്ക്. ഏകദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, ആ വിശ്വാസത്തിനെ അടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും ആ പ്രമാണത്തെ ദുർബലപ്പെടുത്താൻ അല്ല എന്ന് ഈസാ അലൈഹിസ്സലാം തന്നെ പറയും. കേട്ടോ, ഇത് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് മുസ്ലിം സമുദായം. ഒരു മഹത്തായ ഒരു പ്രവാചകനാണ്, മഹത്തായ ഒരു പ്രവാചകൻ ആണ്. അദ്ദേഹത്തിന് ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സൗകര്യപ്പെട്ടിട്ടില്ല. 12 ശിഷ്യന്മാര്, വിശ്വാസയോഗ്യന്മാരല്ലാത്ത ശിഷ്യന്മാര്, അവര് പിന്നിൽ കൂടി. എന്ത് സ്വാർത്ഥത്തിന്റെ പിന്നിൽ കൂടിയോ നമ്മളറിയില്ല. ആ ശിഷ്യന്മാരുടെ ഒരുത്തൻ പത്രോസ് എന്ന പ്രധാന ശിഷ്യനാ. ആ പ്രധാന ശിഷ്യനോട് സാത്താനെ ചെയ്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് യേശു പറഞ്ഞു. മത്തായി 16:23. കണ്ടോ, ഇത് ഞങ്ങളാരും തെറ്റിപ്പോയിരുന്നില്ല. സുവിശേഷത്തിൽ ബൈബിളില് ഞാൻ കൊടുത്ത് വാക്യങ്ങളാണ്. ആ നിരക്കുള്ള വിശ്വാസയോഗ്യത അല്ലാത്ത പങ്കിരുവരിൽ ശിഷ്യന്മാരെല്ലാവരും
അവനെ വിട്ടു ഓടിപ്പോയി എന്ന് ക്രൂശിക്കുന്ന സമയത്ത് ക്രൂശിച്ചവര് പറയുന്നത് എന്നോ അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ആ സമയത്ത് ഈ 12 ആളുകൾ എല്ലാം തന്നെ ഓടി. മനസ്സിലായോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ താങ്കൾ ഷഹീദായി വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത ഒരു കിംവദന്തിയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നാം ജീവിച്ചിട്ട് ഫലമില്ല, മരണം മരിക്കുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഓടിപ്പോയി. ഈ രാത്രിയിൽ ഓടിപ്പോകും മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയും എന്ന് പത്രോസിനോട് യേശു പറഞ്ഞു. തള്ളി പറയും. ഈ നിലക്ക് ബൈബിളില് അല്ലെങ്കിൽ സുവിശേഷത്തിൽ കാണുന്ന ശിഷ്യത്വം ഒരിക്കലും തന്നെ വിശ്വാസയോഗ്യത്വം ആണെന്ന് എങ്ങനെ പറയും? അത് ഒരു സത്യാന്വേഷിക്ക് ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കല്ലാത്ത നിലക്ക് മനസ്സിലാവുന്നുവെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ട് നിന്ന് ഞങ്ങൾ നേരെ തൊട്ട് കളിക്കരുത്. മനസ്സിലായോ? ഞങ്ങളെ ഖുർആൻ അനുകൂലപ്പെടുത്തരുത്, ഞങ്ങളുടെ നബിയെ തൊട്ടുപോകരുത്. നിങ്ങൾ അവരെയും ലോകത്തിന് എന്തെല്ലാം പ്രശ്നമുണ്ട്, എന്തെല്ലാം ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഞങ്ങളുടെ പരിശുദ്ധ ഖുർആനോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങരുത്. ഞങ്ങൾക്കതേ പറയാനുള്ളൂ. നിങ്ങൾ എന്താകുന്നതിനും ഇവിടെ വിരോധമല്ല. തല തായോട്ടാക്കി കാര്യം മേലോട്ടാക്കി നടന്നോളൂ. സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കൊരു തെറ്റുമില്ലാതെ. അപ്പോൾ ഞാനും കൂടുതൽ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ ആകെ തുക ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സാധനത്തിന്റെ ആകത്തുക എന്താണ്? അത് മുഴുവനും മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ ഏതാണ്ട് മനസ്സിലാകുമ്പോൾ അതിന്റെ ആകത്തുക മനസ്സിലാക്കാൻ കഴിയും. ആ നിലക്ക് ഞങ്ങൾക്ക് ഒരിക്കലും തന്റെ വിശ്വാസയോഗ്യമായ അടിസ്ഥാനങ്ങളാണ് ആ മതത്തിനുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അങ്ങനെ നടന്നോ. പക്ഷെ ഞങ്ങളെ തുടരരുത്, ഞങ്ങളെ തുടരരുത്, ഞങ്ങളെ നബിയെ തുടരരുത്. ഞങ്ങൾ നബിയെ ഞങ്ങൾക്കുള്ളൂ, ദൈവപുത്രനും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരില്ല. ദൈവപുത്രൻ ഞങ്ങളെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് സുവിശേഷ പ്രകാരം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ വളരെ ഭംഗി ഉണ്ടാവുന്നത്. എന്തിനാണ് ഈ ദൈവപുത്രനായത് അത് പിന്നീട് നമുക്ക് നോക്കാം. പക്ഷേ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഏതായിരുന്നാലും അപരീക്ഷയിലുള്ള ഒരു സാധു മനുഷ്യൻ ആണ് മനുഷ്യൻ. സാധാരണയിൽ ഉള്ള മനുഷ്യഗതിയിൽ ഒരു പെണ്ണിന്റെ സ്ത്രീയുടെ വയറ്റിൽ 10 മാസം കടന്നുകൊണ്ട് ജനിച്ചു. ആ പെണ്ണിന്റെ ആ സ്ത്രീയുടെ മുല പോയിട്ടു, ചെറിയ ആകാശങ്ങൾ കഴിച്ചു, വളർന്നു. പക്ഷേ അപ്പോൾ മറ്റെന്തിനാ മുസ്ലിങ്ങൾക്ക് നൽകിയ ക്രമത്തിൽ ദിവ്യ സന്ദേശത്തിൽ പക്ഷേ വളരെ ചുരുക്കിയ കാലം ആ ചുരുക്കിയ കാലമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇതാണ് അതിന്റെ യഥാർത്ഥ നില. അത് ബൈബിൾ കൊണ്ടും അല്ലാത്ത കൊണ്ടും എല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവർ ഈ ക്രിസ്ത്യൻ പാതിരിമാരും മിഷണറിമാരും അവർ ഈ മതത്തിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടല്ല അവരുടെ പ്രവൃത്തി. വെറും ജനസംഖ്യ വർദ്ധിക്കണം, ആൾ കുറെ ഉണ്ടാവണം, ഈ അടിസ്ഥാനം വെച്ചുകൊണ്ട്
ആണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാര്യകാരണ സഹിതം മനസ്സിലാവുന്നുണ്ട്. കാരണം ഈസാ അലൈഹിസ്സലാം ഒരിക്കലും ലോകത്തിൽ ഉള്ളതിൽ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നില്ല. വെറും ഇസ്രായേൽ സന്തതികൾ, ആ ഇസ്രായേൽ സന്തതികളിൽ വഴിവേഴ്ച പോയ വാചികൾ തെറ്റിപ്പോയവർക്കുണ്ട്. അവരിലേക്ക് മാത്രമാണ് ഈസാ അലൈഹിസ്സലാമിനെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്. റസൂലൻ ഇലാ ബനി ഇസ്രായീൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബനി ഇസ്രായീലിലേക്ക് ഒരു പ്രവാചകൻ ആണ്. അതേ സമയം തന്നെ ബൈബിളിലോ നമുക്ക് കാണാൻ സുവിശേഷത്തിനും ആ സത്യത്തിനെ കാണാൻ കഴിയും. ഇസ്രായേൽ സന്തതി, ആ സന്തതികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാം എന്ന് കാണാൻ കഴിയും. മത്തായി 15:24 പറയും. 15-ാം അധ്യായം, ഇസ്രായേൽ ഗ്രഹത്തിന് കാണാതെ പോയ ആടുകളുടെ അടുക്കളയേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ആ ആടുപടിയൊന്നും എത്തിയിട്ടില്ല, എടക്കരിയും മഞ്ചേരിയൊന്നും എത്തിയിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ലോ, പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ നിലയ്ക്ക് തന്നെ സുവിശേഷത്തിലും ബൈബിളിലും കാണുന്നുണ്ട്. ഇസ്രായേൽ ഗ്രഹത്തിന് കാണാതെ പോയി ആടുകളുടെ അടുക്കളയേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. മത്തായി 15:24. ഇതെന്താണ് ഈ പറയുന്നത്? ആ വാചകം ഞങ്ങളാരും ഉദ്ധരിക്കുന്നതല്ല, നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിൽ അതെന്ത് ചെയ്യുന്നത്? അത് മൂടിവെക്കുന്നു. മനസ്സിലായോ? എന്നിട്ടാൽ ഇതിന് എന്താ അർത്ഥമാണുള്ളത്? ഒരിക്കൽ ഒരവസരത്തിൽ ഈസാ അലൈഹിസ്സലാമിനോട് ബനി ഇസ്രായേൽ പടർത്തെ ഒരു സന്ദേശം ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, മക്കളുടെ അപ്പം വെളുത്ത് നായക്കുട്ടികൾക്ക് വിട്ടുകൊടുക്കുന്നത് നന്നല്ല. മത്തായി 15:26. എന്ത് ചെയ്യാം? ഇത് ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നത് ഗുണം അല്ല, ഞാൻ അതിനാൽ എന്ന് ഈസാ അലൈഹിസ്സലാം യേശു തന്നെ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ആലോചിച്ചുകൊണ്ട് ഇവർ ചെയ്തു കൂട്ടുന്നത് എത്ര അപരാധം ആണ് നീക്കുന്നത്. അവരുടെ സ്വന്തം വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കാത്ത പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ മനസ്സിലാക്കാൻ കഴിയും. വിവരമില്ലാത്ത ആളുകളെ, അതായത് മുസ്ലിം സമുദായത്തിന്റെ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെ പേരെടുത്ത് പറയുകയോ ഞങ്ങളെന്ന് വെച്ചാൽ ആരും തന്നെ ഒരു പണ്ഡിതന്മാരുടെയും സ്വഭാവമല്ല. നമ്മുടെ സമുദായത്തിന്റെ കാര്യങ്ങൾ, നമ്മളുടെ ചിത്രണങ്ങളും തത്വങ്ങളും ഞങ്ങൾക്ക് വേദിച്ചു പോകും. ആ നിയമങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കും. ഈസാ അലൈഹിസ്സലാം ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുകയുണ്ടായി. ജാതികളുടെ അടുക്കൽ പോകാതെയും ശമജ്ജരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകുകയും ശിഷ്യന്മാരോട് ഉപദേശിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ കാണണം. അത് തന്നെ സുവിശേഷം ബൈബിളിലും തന്നെയാണുള്ളത്. പിന്നെ ഇതെല്ലാം ഓരോ പുസ്തകങ്ങളാണ് കൂട്ടി കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിട്ട് ഉള്ള പ്രവൃത്തിയാണ്. അത് അവർക്ക് ചെയ്തേ കഴിയുമെങ്കിൽ അത് ചെയ്തുകൊള്ളട്ടെ. നമുക്കതിനെ പറ്റിയൊന്നുമില്ല. നാം അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പോകുന്നുമില്ല. പിന്നെ വെറുതെ ആവശ്യം ഇല്ലാതെ കണ്ട്
മുസ്ലിം സമുദായത്തെ അവഹേളിക്കുകയും മുസ്ലിം സമുദായം ഏറ്റവും മഹത്തായി മനസ്സിലാക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുതിര കേൾക്കുകയും ചെയ്താൽ ഒരിക്കലും തന്നെ ഞങ്ങളത് കേട്ടുകൊണ്ട് നിൽക്കില്ല. ഞാൻ ഉത്തരവാദപ്പെട്ടവരെ വളരെ സംശയത്തിന്റെ പേരിൽ ബുദ്ധിയും വിവേകവും സഞ്ചാരവും ഉള്ളവർ ധാരാളം മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. എനിക്കറിയാം. അവരോട് ഞങ്ങൾക്ക് പറയാൻ കൂടുതൽ എന്താണ്, ഈ നിലപാട് നിങ്ങളെ ഒരു ചെറിയ ന്യൂനപക്ഷം ഒരു പക്ഷേ നിങ്ങൾക്കും കൂടി അടങ്ങാത്തവരായിരിക്കും. അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയണ്ട. അത് കഴിയുന്നത്രേ അത് ഒതുക്കുന്നത്. പക്ഷേ നിങ്ങളെ അവരോട് ഉപദേശിക്കണം. നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം തൊട്ടുകൊണ്ട് ഉണ്ടായിരിക്കുകയോ പ്രസിദ്ധീകരണം ചെയ്യുകയോ ചെയ്യണ്ട. അല്ലാത്ത യുക്തികൾ ന്യായങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിട്ട് ഏതന വീട്ടിൽ ആ മകനാക്കാൻ കഴിയുമെങ്കിൽ ആക്കിക്കോളൂ. യുക്തി ന്യായം ഈസനബിനെ മകനാക്കാൻ എങ്ങനെയാ? അള്ളാഹുത്തേനങ്ങനെ നോക്കിയിട്ട് ആ മറിയമ്മനെ കണ്ടു നോക്കുമ്പോ പിന്നെ അള്ളാഹ് നിന്നോടാ. അതല്ലേ മകനാക്കണമെങ്കിൽ അങ്ങനെയല്ലേ? ഈ മറിയമ്മനെ കണ്ടു നോക്കുമ്പോ പിന്നെ അവിടെ സത്യവും ന്യായമൊന്നുമില്ല. പിന്നെ കാമങ്ങോട്ട് മൂത്തിട്ട് കാമപ്രാന്തി ഇളകൂട്ട് എന്താണല്ലോ അതിനർത്ഥം? ഈ മകന്റെ അർത്ഥം മറിയമ്മന ആരും നിക്കാഹ് ചെയ്ത് കൊടുത്തില്ല. അള്ളാഹ് നിക്കാഹും ഉണ്ടായില്ല, നിക്കാഹും ഉണ്ടായില്ല. പിന്നെ ചാടി പിടിച്ചത് തന്നെ. ഇതാണ് അർത്ഥം. അത് ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് വിവരിക്കാം. അതങ്ങനെ കഴിയുമെങ്കിൽ മറിയവും ഞങ്ങളതെല്ലാം നേർ തന്നെയാണ്. ആ ചാടി പിടിച്ച അവരെ ഞങ്ങളെ അവയല്ല, ഞങ്ങളെ ചാടി പിടിക്കൂല. അവ ഞങ്ങൾക്ക് യോഗമല്ല. അതിന് പറയാനുള്ള ഞങ്ങൾക്ക്. പക്ഷേ ഒരു സംഗതി വളരെ ഗൗരവം ആണ്. ഖുർആൻ തൊട്ട് കളിക്കരുത്, നബിയെ തൊട്ട് കളിക്കരുത്. ഞങ്ങൾ നബിയെയോ ഖുർആനെയോ തൊട്ട് കളിക്കരുത്. മനസ്സിലായോ? ചുരുക്കത്തിൽ കാവിൽ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഗ്ലൂക്കോസ് യോഹന്നാൻ പോയത്. യോഹന്നാൻ പറഞ്ഞ യഹ്യ നബി ഈസാ ഇസ്ലാമിന്റെ ഖേദത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട യഹ്യ അലൈഹിസ്സലാം. അതിന് യോഹന്നാനാണ് അത് ബൈബിളിൽ പറയുന്നത്. യഹ്യ അത് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നു. അവൻ ഇസ്രായേലിന് വഴിപ്പടയേണ്ടുന്നതിന് യോഹന്നാൻ പറയുമ്പോൾ 1-ാം അധ്യായം 31-ാം പേജ്. അപ്പോ ആ സംഗതിയിൽ യാതൊരു സംശയവും എന്ന സംഗതിയാണ്. ഇസ്രായേൽ ഒരു പ്രവാചകൻ ആണ്. ഞങ്ങളും അവൻ തന്നെയാണ്. ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ ബഹുമാനിക്കുന്നുണ്ട്, വളരെ ആദരിക്കുന്നു. ആ സംഗതി ഞങ്ങൾ നിങ്ങളെ അറിയില്ല. മനസ്സിലായോ? സംശയമില്ലാത്ത കേസുമാണ്. അമ്പിയാക്കളെ മുഴുവൻ ആദരിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ വിശ്വാസം ഒരു ലോകത്തിൽ ഒരു വിശ്വാസം, ഇത്ര മഹത്തമായ വിശ്വാസം ലോകത്തിലില്ല. നാലാം സൂക്ഷിക്കും മനുഷ്യനാണ്. ആ മനുഷ്യൻ അമ്മൂട്ടാരായി നിയോഗിക്കപ്പെടുത്ത് ദീർഘദർശികൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ ദിവ്യത്വം നൽകിയും കൊണ്ട് അവരെ ആരാധ്യ പുരുഷത്വരാക്കിയും കൊണ്ട് മനുഷ്യ പൂജ നടത്തുക എന്നത് അത് യുക്തിക്ക് കേൾക്കുന്നതാണോ? വിഗ്രഹാരാധനയല്ലേ അത്? തനി വിഗ്രഹാരാധനയോ നിങ്ങൾക്ക് ഇതും തമ്മിൽ എന്ത് വ്യത്യാസം? ഈ മാതൃകളെ ആരാധിക്കാൻ ആരും
മതി എന്ന് ഈസാ അലൈഹി സ്വലാം പറഞ്ഞിരിക്കെ ഈ വിഗ്രഹങ്ങളെല്ലാം എവിടെ വന്നു എന്ന് വന്നു? അതിൽ നിങ്ങൾ ആരുമില്ല. പക്ഷേ ഞങ്ങൾക്കോട് പറയണ്ട, ഞങ്ങൾക്കത് വളരെ വ്യക്തമാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ അധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വിഗ്രഹാരാധനയെ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കുകയും ഇല്ല. തൗഹീദാണ് അവന്റെ ഏകത്വം ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്ന മുഴുവൻ ദിവ്യാത്മാക്കളും പ്രവർത്തിച്ചിട്ടുള്ളത്. മുഴുവൻ പ്രവാചകന്മാരുടെയും വിശ്വാസം അതാണ്. ഈ വിശ്വാസം എത്ര മഹത്താണ്! ഈ വിശ്വാസം എത്ര ഭംഗിയുള്ളതാണ്! നേരെ മറിച്ചു ഒരു സാധു മനുഷ്യൻ ഒരു സ്ത്രീയെ വയറ്റിൽ 10 മാസം കടന്നുകൊണ്ട് ആ മലിന സ്ഥലത്ത് മാലിന്യങ്ങൾ മുങ്ങിലും കൊണ്ട് രക്തം കുടിച്ചുകൊണ്ട് ബലിക്ക് ചാടി, എന്നിട്ട് സർവസാധാരണമായ മനുഷ്യജീവിതം പോലത്തെ ജീവിച്ചു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര അർത്ഥവത്താണ് അവിടെ. പരിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാമിനെ പരിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് തന്നെ ഇബ്നു മറിയം എന്നാണ്. ഇബ്നു മറിയം, മറിയം എന്ന പെണ്ണിന്റെ മകൻ എന്ന് അഭിസംബോധനം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ ഒറ്റ പ്രവാചകന്റെയും ബാപ്പയെയോ ഉമ്മയെയോ കാണിച്ചിട്ടില്ല. അതേ സമയത്ത് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇബ്നു മറിയം, മറിയം എന്ന പെണ്ണിന്റെ മകൻ. വളരെ വ്യക്തമായി പറയുന്നു. എന്താണത് അങ്ങനെ പറയാൻ കാരണം? കാരണം മറ്റാർക്കും അല്ല, ഒരു പെണ്ണിന്റെ വയറ്റിൽ 10 മാസം കിടക്കുകയും സാധാരണയുള്ള കുട്ടികളെ പോലെ വയറ്റിൽ കിടന്നുകൊണ്ട് വളരും. അങ്ങനെ ശാസ്ത്രീയമായും അല്ലാത്തവർക്കും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ സ്ത്രീയുടെ പലതും അനുഭവിച്ചുകൊണ്ട് വളരും. 10 മാസം വരെ വയറ്റിൽ കിടന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്ത് ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാമിനെ പറയുന്ന തരത്തിലാണ് തന്നെ ഇബ്നു മറിയം എന്ന് പറയും. അത് പരമാർത്ഥമല്ലേത്? അവർ ഭക്ഷണം തിന്നുന്നവരല്ലായിരുന്നു. ഭക്ഷണം തിന്നുകൊണ്ട് സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ വാർന്നവർ അല്ലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് എത്ര അർത്ഥവത്താണ് എന്ന് മുഴുവൻ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ചിന്തിച്ചു കൊള്ളണം. വിശേഷിച്ച് നമ്മുടെ ക്രിസ്തീയ സുഹൃത്തുക്കൾ ശരിയായ നിലക്ക് അവർ ചിന്തിച്ചു കൊള്ളട്ടെ. ഈ നിലക്കുള്ള ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് ദിവ്യത്വത്തിലേക്ക് ഉയർത്തേണ്ട ആവശ്യം എന്ത്? ദൈവപുത്രനാക്കേണ്ട കാര്യമെന്ത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് കുറെ അധികം വിശദീകരണം നൽകിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? ജൂതന്മാർ തന്നെ സംബന്ധിച്ച് വളരെയധികം അപലപിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളും വളരെയധികം ഒപ്പിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന് ശരിയായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ അർത്ഥവത്തായ വ്യാഖ്യാനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ അസ്ഥിവാരവും ആണത്. ഈ പരിശുദ്ധ ഇസ്ലാം സുന്ദരമായ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങളെ കവച്ചു വെക്കുന്ന ഒരു തത്വം ലോകത്തിലില്ല. ആരതിന്റെ നേരെ ആക്രമണം നടത്തിയാലും അവർ വിജയിക്കുകയും എന്നെന്ന് അവർക്ക് വ്യാമോഹമല്ല. പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിൽ മുഴുവൻ ചിത്രങ്ങളെയും തത്വങ്ങളെയും ജയിച്ചിറക്കിയിട്ടുള്ള പരിശുദ്ധ ദീനാണ്. അത് ജയിച്ചിറക്കുകയും തന്നെ ചെയ്യും. ശരിക്കും സൂക്ഷിച്ചുകൊള്ളുന്ന ആ നിലക്കുള്ള മനോഹരമായ വളരെ മനോഹരമായ സിദ്ധാന്തങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങൾ എന്ന് ഞാൻ തീർത്ത് പറഞ്ഞുകൊള്ളും.
ദൈവപുത്രനും ദിവ്യത്വം കൽപ്പിക്കലും ഇതെല്ലാം എത്ര വഷളാണ്. ജനം എല്ലാം സ്നാനം ഏൽക്കയിൽ യേശുവും സ്നാനം ഏറ്റു. പരിശുദ്ധിയോടെ പോയിപ്പോ ജനങ്ങളെല്ലാം പാപസ്നാനം ചെയ്തു. യഹ്യ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന് പാപസ്നാനം ചെയ്തു. ആ കൂട്ടത്തിൽ യേശുവും പാപസ്നാനം ചെയ്തു എന്ന് ലൂക്കോസ് 3-ാം-അധ്യായം-21 പറയുന്നുണ്ട്. എന്തെന്നെ ശുദ്ധൻ ഇത്ര പരിശുദ്ധനാണെങ്കിൽ എന്തെന്നെ സ്നാനം ചെയ്തു? ആളെ കബളിപ്പിക്കുന്നതിന് ഒരതിരുവാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു അതിരുവാണ്. അതിരുവേണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട്? മറ്റൊന്നല്ല, യാതൊരു പാപവുമില്ലാതെ പരിശുദ്ധനായി വന്നു. എന്നിട്ട് ലോകത്തിന്റെ മുഴുവൻ പാപം മേടിയിട്ട് ക്രൂശിൽ ഏറ്റി. ആ ക്രൂശിന്റെ വർത്താനം നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്നിട്ട് മരിച്ചു. അല്ലാഹു തആലാക്ക് ജനത പാപം വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണമെങ്കിൽ, സ്വന്തം മകന്റെ ചോര കുടിക്കണമെങ്കിൽ ആ അല്ലാഹു എന്തല്ല? ഇതാലോചിച്ചൂടെ മനുഷ്യര്? ജനത പാപം ചെയ്യണമെങ്കിൽ സ്വന്തം മകനെ ക്രൂശിച്ചുകൊണ്ട് ആ രക്തം കുടിക്കണമെങ്കിൽ എന്ത് ഭദ്രകാളിയാണ്? മനസ്സിലാവുന്നില്ല. എന്ത് പാപമാണത്? പാപമാണെങ്കിൽ ഈസാ അലൈഹിസ്സലാം ആരാണ്? പാപിയല്ലേ? പാപിയല്ലെങ്കിൽ എന്തെന്റെ പാപസ്നാനം ചെയ്തു? ഭാവിയല്ലെങ്കിൽ യഹ്യ അലൈഹിസ്സലാമിന്റെ ചെന്നുകൊണ്ട് എന്തിന് പാപസ്നാനം ചെയ്തു? പാപസ്നാനം ചെയ്തിട്ടില്ലേ? ജനമെല്ലാം സ്നാനം ഏൽക്കയിൽ യേശുവും സ്നാനം ഏറ്റു. ലൂക്കോസ് ഇത് എന്തൊരു പാപിയ അല്ലാതെ ഇനി അവന്റെ എന്ത് പാപമാണത്? ഈ മകനെ കൊന്നിട്ട് പാപം കൊടുത്തത് അതെന്ത് പാപമാണത്? അത് ഒത്തിരിയും അപ്പുറത്തായി. ചുരുക്കത്തിൽ ജൂതന്മാരെ ഇവർ പറ്റിച്ചതാണ്. കാലം കൊണ്ട് പറ്റിച്ചത് 12 ശിഷ്യന്മാര് ഒരുത്തൻ ഒറ്റി കൊടുത്തു. സഹായം പോയി. വേറെ 14 ഓടി. പിന്നെ അവിടെ സംഭവിച്ചതെന്ത്? വളരെ അത്ഭുതമുണ്ട് സംഗതി. ചിന്തിച്ചു നോക്കണം. ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ചിന്തിച്ചു നോക്കണം. സംഭവിച്ചതെന്ത്? ആ 14 ഓടി. ഒരുത്തം ഒറ്റി കൊടുത്തു. 3 സംഭവിച്ചതെന്ത്? ഓടിയിട്ട് പിന്നെ വലിയ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ പോയി. പിന്നെ ഇവിടെ സംഭവിച്ചതെന്ത് അറിയില്ല. കവല് വന്നു നോക്കുമ്പോ അറിയില്ല. അത് ഈ യഹൂദന്മാരുടെ ചേർത്ത് കൊണ്ടുപോയി ചുട്ടോ, അല്ലെങ്കിൽ ഇവര് തന്നെ എടുത്തു കൊണ്ടുപോയിട്ട് വേറെന്തോ ചെയ്തോ? ഏതായാലും അവൻ ഉണ്ടായില്ല. ഉയർത്തെഴുന്നേറ്റ് 3 ദിവസത്തിന് ശേഷം എഴുന്നേൽക്കാൻ പറ്റുന്നെങ്കിൽ പണ്ട് തന്നെ ക്രൂശികനാട് ചാടിക്കാവുന്നതായിരുന്നു. നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോ ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൊണ്ടില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദൂരം വഴി തറച്ചിട്ടോ നല്ല രസമുള്ളതാണ്. ഞാൻ പിന്നീട് പറയും.
ജിമതഭക്തനേ പറഞ്ഞവനെ എന്നെ കൈവിട്ടോ ചൂക്കിക്കൊണ്ടിട്ട് ആർത്ത് കുടിച്ചു. അതേപോലെ സുവിശേഷത്തിൽ തന്നെ നിനക്കെല്ലാം തന്നെ വന്നിട്ട് ശിഷ്യന്മാര് മുഴുവൻ ഓടി. എന്നിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവച്ചിരുന്നത് കാണുന്നില്ല. അത് വീഴ്ച ചെയ്തതാണ് പോലെ. അല്ല, കൈക്കൂലി കൊടുത്ത് കൊണ്ടുപോയിരുന്ന ഒരു കഥ, ആ കഥ ഉണ്ട് എന്ന് ബൈബിളിൽ തന്നെ പറയുന്നു. ഉയർപ്പയിലേക്ക് അതും പറയുന്നുണ്ട്. ഇങ്ങനെയൊരു കഥ അതും പറയുന്നത്. ഏത് കഥ? കൈക്കൂലി കൊടുത്ത് അത് പതുക്കെ എന്ന് കഴിച്ചിലാക്കിയതാണ്. ആ പതുക്കെ പാവക്കാർക്ക് കൈക്കൂലി കൊടുക്കുക, എന്നിട്ട് ശവം അവിടുന്ന് കഴിച്ചിലാക്കുക. അതിനാണ് പുലിപ്പേര് കേൾക്കുന്ന പേര്. ഞാനത് ഇൻഷാഅല്ലാഹ് പറ്റി സംസാരിച്ചു കൊള്ളാം. മനസ്സിലായോ? ഏതായിരുന്നാലും നമ്മള് ഇത്തരം കാര്യങ്ങൾ ടച്ച് ചെയ്യേണ്ടി വന്നതാണ്. നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങളത് ചെയ്യിപ്പിക്കരുത്. ഞാൻ എന്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോട്, ഉത്തരവാദപ്പെട്ടവരോട്, ചിന്താശക്തിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരിട്ട് ഇത്തരം രംഗങ്ങൾ ഉണ്ടാക്കരുത്. ഇത്തരം രംഗങ്ങൾ നേരിട്ട് സൃഷ്ടിക്കരുത്. ഞങ്ങളല്ലാതെ ഉത്തരവാദി ഞങ്ങൾ ഒരിക്കലും പറയുന്നതല്ല. ഞാനും മറ്റും ചെറുപ്പകാലത്ത് ഇങ്ങനെയാണ് അവരെ സ്വന്തക്കാരിയ. ഇപ്പൊ നിങ്ങൾ പറയിപ്പിക്കരുത്. മനസ്സിലായോ? പിന്നെ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു പോയല്ലോ. ഞാനത് ഈസാ അലൈഹിസ്സലാം ഏറ്റവും വലിയ മഹാൻ, മറ്റുള്ളവരെ പാപം ചുമക്കുക. എന്നാല് ഈസാ അലൈഹിസ്സലാം അല്ല മഹാന്. ബൈബിൾ അനുസരിച്ചുകൊണ്ട് ഈസാ നബിയല്ല, ഈസാ യേശു ക്രിസ്തു അല്ല മഹാൻ. ഞാൻ പറയുന്നതല്ല, ബൈബിൾ തന്നെ. ബൈബിൾ അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തു അല്ല മഹാൻ. മഹാനാണ് യഹ്യാ നബിയ. കാരണം ലൂക്കോസ് 7-ാം അധ്യായം 28-ാം വാക്കിൽ പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല. ഈശ്വരൻ പറയുന്നു. ആരാ വലിയാണ്? ഞാൻ പറയല്ലത്, ഞങ്ങളാരും എഴുതുന്നല്ലത്. പുസ്തകമുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ, യോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല. യഹ്യാ നബിയെ സംബന്ധിച്ചാണ്. അതായത് സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്ക്. ഇവ ഇതെല്ലാം തന്നെ ഈ മഹത്വം പറയാം, ഈ പൊന്തിക്കലും ഈ ദിവ്യത്വം കൽപ്പിക്കലും ഇതെല്ലാം തന്നെ ആ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്തോളൂ. പൊരയന്നെ പെണ്ണുങ്ങളോടൊക്കെ അല്ല, പുറത്ത് പെട്ടിട്ട് കളഞ്ഞ് ചെയ്തോളൂ. കേൾക്കുന്നവരെ കേട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നുമില്ല. പക്ഷേ ഖുർആൻ തുടരുത്. Do not touch our Quran or our prophet. ഞങ്ങളുടെ ഖുർആനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകനെയോ തൊട്ട് പോകരുത്. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യരുത്. അപ്പൊ ഇതെല്ലാം തനി സുവിശേഷമാണ്, ബൈബിളാണത്. പക്ഷേ അപ്പൊ ഇതെല്ലാം ഒരു സാധു മനുഷ്യനെ പിടിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ച് അങ്ങ് എന്താക്കുന്നത്, ഈ നിലക്ക് ദൈവമാക്കുന്നത്, എന്നിട്ട് വിഗ്രഹം ഉണ്ടാക്കുന്നത്, ആരാധിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് കൂടിയേ കഴിയുമെങ്കിൽ ചെയ്തോളൂ. ഒരു ശരിയാണ് ഒരു ദിവ്യ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ ആണത് എന്ന് ഒരിക്കലും തന്നെ ഞങ്ങളത് സമ്മതിക്കില്ല. അങ്ങനെ ലോകത്തിനൊരു റിക്കാർഡും ഇല്ല, ഒരു ചരിത്രവും ഇല്ല. മനസ്സിലായോ? ഇനി
ഇവനുമ്പ അമ്മാന്റെ മകൻ എന്താണ് അർത്ഥം? അമ്മാന്റെ മകൻ എന്ത് ദൈവപുത്രനെന്ന് ഈസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടുണ്ടോ? ദൈവപുത്രനെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ ദൈവപുത്രന്മാരല്ലാതെ ലോകത്തിൽ ആരും ഉണ്ടാവില്ല. ദൈവപുത്രൻ എന്ന് പറയുന്നതിന്റെ ഉള്ളുകണ്ടി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ ബൈബിൾ തന്നെ ഒന്ന് മറിച്ച് പരിശോധിച്ചാൽ മതി. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാചകം മുതൽ ആ സംഗതി വിവരിക്കുന്നുണ്ട്. പയ്യൻ അവനെ കൈക്കൊണ്ടു, അല്ലാഹുവിനെ കൈക്കൊണ്ടു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈസ അലൈഹിസ്സലാമിൽ തന്നെ എന്ന് വിചാരിക്കാം. ഈസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നവരൊക്കെ ദൈവമക്കളാണ്. അപ്പൊ ഈ ദൈവമക്കൾ എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താണ്? ആ പഴയ കാലത്ത് ഉള്ള ഒരു പ്രയോഗം അത് ഈസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മാത്രം ഉള്ളതല്ല. വളരെ സൂക്ഷിക്കാം. മനുഷ്യർ ഇനിയും പറയുന്നു. മത്തായി 5-ാം അധ്യായം 16-ാം വാചകത്തിൽ പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. ജനങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു. പറയും, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ. അപ്പൊ ഈസ അലൈഹിസ്സലാം യേശു പിന്നെ മാത്രമേ പിതാവുള്ളൂ? അമ്മ പിതാവുള്ളൂ? എന്നർത്ഥമാണല്ലേ? വിശ്വസിക്കുന്ന ആർക്കും പിതാവാണ് എന്ന് പറയുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. മത്തായി 5-ാം അധ്യായം. അപ്പൊ ഈ പിതാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫാദർ എന്ന് പറയുന്നുണ്ട്. ഫാദർ എന്ന് പറഞ്ഞാൽ ബാപ്പ, പിതാവ്. പിതാവ് എന്ന് പറഞ്ഞാൽ ആ ഫാദർ ഈ പലത്തിലൊക്കെ ഉണ്ടാക്കിയത് ഫാദറാണ്. ഫാദർ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെ അർത്ഥം. അപ്പൊ ഇപ്പോൾ വരെ ഫാദർ എന്ന പദം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാഥനെ കൊണ്ടോ ഒരു നേതാവിനെ കൊണ്ടോ ഫാദർ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ആ നിലക്ക് ഈസ അലൈഹിസ്സലാം ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഫാദർ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവപുത്രനാവനകനെ ഇനി പുത്രനാകുന്നുവെങ്കിൽ എല്ലാവരും പുത്രന്മാർ തന്നെ ആവണ്ടേ? നല്ലവരൊക്കെ പുത്രന്മാരാവണ്ടേ? നോക്കൂ, അല്ലാഹുവിന്റെ ദൈവപുത്രൻ എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിന്റെ അർത്ഥമെന്ത്, അതിന്റെ സാരാംശം എന്ത് എന്ന് നമുക്ക് ഏതാണ്ട് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത് ബൈബിളാണ്, അവരുടെ സ്വന്തം സുവിശേഷമാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടെന്നതിന് തന്നെ അനധികാരമാണ്. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായി തീരാൻ വേണ്ടിയാണ് ഇങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ പറയുന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാരാവാൻ വേണ്ടി എന്ന് പറയുന്ന ഈസ അലൈഹിസ്സലാം പറയും. അതിൽ പറഞ്ഞ വാക്കുണ്ടോ നമ്മൾ അറിയില്ല. ഇവരന്ന് ഈ വേദഗ്രന്ഥം അവർ വേദഗ്രന്ഥം അംഗീകരിക്കുന്നത്
അത് ആ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ ഇത്തരം പ്രയോഗങ്ങൾ മത്തായി 5-ാം അധ്യായം 45-ാമത്തെ വാക്ക്. അപ്പൊ ഈ നിരക്ക് വല്ല പ്രയോഗങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രയോഗം യഥാർത്ഥത്തിൽ ഉള്ള പിതാവിയത്തോ യഥാർത്ഥത്തിൽ ഉള്ള പുത്രൻ എന്നോ ഉള്ള അർത്ഥത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു വല്ല പ്രയാസവും ഉണ്ടോ? അത് ഇന്ന് ക്രിസ്ത്യാനികൾ അവര് മതനേതാവിനെ സമർത്തി ഫാദർ എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കാര്യം ഇസ്ലാമിന്റെ പ്രാബല്യത്തോ ഇസ്ലാം അവർ ഉണ്ടായിരുന്നവര് മഹത്വം കയറിയിട്ടുള്ളവർ അവർക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് കേട്ട് പറയുന്നത്. ബൈബിളും അനുസരിച്ചുകൊണ്ട് ഈശ്വരം പാപരഹിതനാണ് എന്നെങ്കിലും കഴിയും. പാപരഹിതനാണെങ്കിൽ എന്തിനു വേണ്ടി പാപസ്നാനം ചെയ്തു? യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആണ് എന്ന് പറഞ്ഞു. അത് തന്റെ കാലക്കാരനായ യോഹന്നാന്റെ സമസ്യയെ സംബന്ധിച്ച് ഇതെല്ലാം ബൈബിളിൽ സുവിശേഷങ്ങളിൽ സ്ഥലം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ഞങ്ങളിത് പഴയ നിർബന്ധിതരായത് കൊണ്ടുപോയിട്ട് ക്രമമെടുത്തുകൊണ്ട് പുസ്തകങ്ങൾ മറക്കുന്നത് വിശാല നല്ല വിശാലയാണ്. മറക്കുന്നത് വിശാല നരക പോലുള്ള വിശാലത്താണ്. ഇത് ഈ തരത്തിലുള്ള ശിക്ഷാപത്യവും തത്വവും മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? ബുദ്ധിയുള്ളവർക്ക് ഞങ്ങൾക്ക് ഒരിക്കലും അത് ന്യായമാണെന്ന് തോന്നുന്നില്ല. പരിശുദ്ധ ഇസ്ലാം മനോഹരമായ ഇസ്ലാമിക സിദ്ധാന്തങ്ങൾ അത് മാത്രമേ ലോകത്തിൽ വിജയിക്കുകയുള്ളൂ. അതിനെ കെടുക്കാൻ വേണ്ടി അതിനെ ഹനിക്കാൻ വേണ്ടി ആർക്കും തന്നെ സത്യവും അല്ല, ആ വ്യാമോഹവും വേണ്ട. ഇസ്ലാം പരിശുദ്ധ ജീൻ, പരിശുദ്ധ ഇസ്ലാം അത് നിലനിൽക്കേണ്ടുന്ന സാധനം ആണ്. അത് മനോഹരമായ സിദ്ധാന്തങ്ങളാണ് അതിൻ്റെ. അത് ലോകം അംഗീകരിച്ചതാണ്. ആർക്കും അതിനെ കളങ്കപ്പെടുത്താനോ ഹാനി വരുത്താനോ സാധ്യവും അല്ല. പുത്രൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പിതാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനിയും പറയുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും ആകുകയും. അത് നിങ്ങളുടെ പിതാവ് മത്തായി 5-ാം അധ്യായം 48-ാം വാക്ക്, 6-ാം അധ്യായം 1-4 ഇതിലെല്ലാം ഇത്തരം പ്രയോഗങ്ങൾ ശരിക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ദൈവപുത്രൻ അതിന്റെ കാര്യം മനസ്സിലായിപ്പോ കാര്യം നമ്മൾക്കൊന്നല്ല, അവരുടെ സ്വന്തം സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും യോഹന്നാൻ 8-ാം അധ്യായം 47-ാം വാക്കിൽ പറയുന്നു, ദൈവസന്തതിയായവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ദൈവസന്തതിയായവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. സ്വാധീനങ്ങളെ നല്ല ജനങ്ങളെ ആ ജനങ്ങൾ എല്ലാവരും തന്നെ ദൈവസന്തതിയാണെന്ന് ഈ ഇസ്ലാമാണ്. ആ അദ്ദേഹത്തിന്റെ പ്രയോഗം അതുകൊണ്ട് ദൈവപുത്രനാവൽ അല്ല, നിങ്ങൾ നിശ്ചയിക്കുന്ന ക്രമത്തിൽ ഉള്ള പുത്രനാവൽ അല്ല. പുത്രൻ എന്ന പദം ഒരലങ്കാര പ്രയോഗമായി ഒരു പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതെല്ലാം ഉണ്ടായും കൊണ്ടിട്ട് ദൈവപുത്രനാക്കി അല്ലാഹു കാമഭ്രാന്ത് മൂത്ത് ഒരു പെണ്ണെ പിടിച്ചീനാക്കി ഇങ്ങനെയാക്കാൻ ഞങ്ങളെയും ചെയ്യാറുണ്ടെന്ന് ആയിക്കോളി. വേറെ എന്താ പറയുന്നതിനെ പറ്റി? ഇത് വലിയൊരു സിദ്ധാന്തമാക്കിയും കൊണ്ട് വലിയൊരു തത്വമാക്കിയും കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കണമെങ്കിൽ നടന്നു. അതിനേക്കാൾ അപ്പുറത്തുള്ള ഒക്കെ അവസരമല്ലോ. പക്ഷേ